പൗർണമി തിങ്കൾ. രചന അവതരണം മിത്രവിന്ദ. ഒന്ന് ഫ്രഷായി വന്ന ശേഷം കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് എടുത്തു. അതിനുശേഷം വന്ദന സിസ്റ്റർ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു. ഫുള്ളി വെജിറ്റേറിയൻ വിഭവങ്ങളായിരുന്നു അതെല്ലാം. അതൊക്കെ കഴിച്ച ശേഷം വീണ്ടും കുറച്ചു നേരത്തെ വിശ്രമം. അപ്പോഴേക്കും ചായയും റാഗി കൊണ്ടുള്ള എന്തോ ഒരു വിഭവവുമായിരുന്നു 4 മണി പലഹാരമായി കൊണ്ടുവന്നത്. 4:30 ഒ പിയിലേക്ക് വരുവാനാണ് ഡോക്ടർ അറിയിച്ചത്. അതിൻ പ്രകാരം പൗർണമിയും കൂട്ടി അലോഷി അവിടേക്ക് പോയി. ഡോക്ടർ കിരണിനെ കൂടാതെ മറ്റൊരു സ്ത്രീയും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണതെന്നും പറഞ്ഞ് ഡോക്ടർ പരിചയപ്പെടുത്തി കൊടുത്തു. റോസ് എന്നായിരുന്നു അവരെ എല്ലാവരും വിളിക്കുന്നത്. അലോഷിയോടും പൗർണമിയോടും ഡോക്ടർ റോസ് കുറേയേറെ നേരം സംസാരിച്ചു. പൗർണമിയോട് സംസാരിക്കുന്നതിൻ്റെ പിന്നിൽ അവളുടെ രോഗവിവരങ്ങളെപ്പറ്റി മനസ്സിലാക്കുക അതുകൂടിയായിരുന്നു അവരുടെ ലക്ഷ്യം. റൂമിൽ നിന്നും കിരണും റോസും ചേർന്ന് പൗർണമിയുമായിട്ട് വെളിയിലേക്കിറങ്ങി. എന്നിട്ട് അതിലൂടെയൊക്കെ ചുറ്റി നടന്നു. പൗർണമിയുടെ കുടുംബത്തെപ്പറ്റിയും കൂട്ടുകാരെപ്പറ്റിയും അവൾ പഠിച്ചിരുന്ന സ്കൂളിൻ്റെ വിശേഷങ്ങളുമൊക്കെയാണ് റോസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലതിനൊക്കെ അവൾ വ്യക്തമായി മറുപടി പറയുന്നുണ്ട്. ബാക്കി ചിലതെല്ലാം മറന്നുപോയി. എങ്കിലും അത് ഓർത്തെടുക്കുവാൻ അവൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സമയം അവർ രണ്ടാളും പൗർണമിയും കൂട്ടി നടന്നു. അലോഷി, താൻ ഒന്നും പേടിക്കണ്ട. 2 ആഴ്ചത്തെ സമയം ഒന്നും വേണ്ട. മാക്സിമം 7 ഡേയ്സ്. അതിനുള്ളിൽ പൗർണമി ഓക്കെ ആകും കേട്ടോ. ഡോക്ടർ കിരൺ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അലോഷിയോട് ഇക്കാര്യത്തെപ്പറ്റി പറഞ്ഞത്. സാർ, സത്യമാണോ സാർ? അത് ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു. പിന്നെ 100%. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ സ്ട്രെസ് എന്ന് പറയുന്നത് താങ്ങാൻ പറ്റാത്ത ഒരു വലിയ ഭാരമാടോ. അതിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളാണ് ഇതെല്ലാം. സത്യത്തിൽ പൗർണമിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഷോക്കായിട്ട് സംഭവിച്ച കുറേ കാര്യങ്ങളായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതെല്ലാം കൂടിക്കൂടി കിടന്നാണ് ഇങ്ങനെയായത്. ഒടുവിൽ അലോഷിയുടെ പപ്പയുടെ മരണം കൂടിയായപ്പോൾ ആ കുട്ടി അക്ഷരാർത്ഥത്തിൽ തകർന്നുപോയി. ഒപ്പം തന്നെയും എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് അവൾ കരുതി. അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണിത്. പൗർണമിക്ക് ഈ അസുഖത്തിലേക്ക് വരാൻ കാരണവും ഈ സംഭവങ്ങളൊക്കെയാണ്. സോറി, ഒരു തിരുത്തുണ്ട് കേട്ടോ. ഇതൊരിക്കലും ഒരു അസുഖമല്ല. നമ്മുടെ മൈൻഡിൻ്റെ താളം തെറ്റുമ്പോഴുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ്. കറക്റ്റ് സമയത്ത് ട്രീറ്റ് ചെയ്താൽ എത്രയും പെട്ടെന്ന് തന്നെ തുടച്ചു മാറ്റിപ്പോകാം. കാര്യകാരണങ്ങൾ സഹിതം കിരൺ വിശദീകരിച്ചപ്പോൾ അലോഷി സമാധാനത്തോടെ അയാൾ പറയുന്നതൊക്കെ കേട്ടിരുന്നു. ഡോക്ടർ, ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മെഡിസിൻസ് ഒന്നുമില്ല. യാതൊരുവിധ മെഡിസിൻസിൻ്റെ ആവശ്യം ആ കുട്ടിക്കില്ല. അവളുടെ മൈൻഡ് സ്ട്രോങ് ആക്കിക്കൊണ്ട് വരുവാൻ ഏറ്റവും ആവശ്യമായത് യോഗയും മെഡിറ്റേഷനും ഒക്കെ തന്നെയാണ്. നേരം വെളുത്ത് 8-9 മണിയായ ശേഷമല്ല ഇതൊന്നും ചെയ്തു തുടങ്ങുന്നത്. ഏർലി മോർണിംഗ്, അതായത് ഓൾമോസ്റ്റ് 4 മണിക്ക് മുന്നേ പൗർണമി പ്രിപ്പയർഡായി വന്നിരിക്കണം. നമ്മുടെ സിസ്റ്റേഴ്സ് അതിന് ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്തോളും. മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ ശേഷം ഇടയ്ക്കൊന്ന് റിലാക്സ് ആവുന്നുണ്ട്. ഒടുവിലാണ് യോഗ. അത് സൂര്യോദയത്തിന് ശേഷമാണ് കേട്ടോ. സൂര്യ നമസ്കാരത്തോടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 8 മണിയോടെ എല്ലാം കഴിയും. പിന്നീട് സാധാരണ പോലെ തന്നെയാണ്. അതിനുശേഷം വൈകുന്നേരം 5:30 മുതൽ 6:30 വരെ ഇതുപോലെ തന്നെ മെഡിറ്റേഷനുണ്ട്. അലോഷി ഭയപ്പെടേണ്ടതായ യാതൊരു പ്രോബ്ലവും പൗർണമിക്കില്ല. അതാണ് എൻ്റെയും വൈഫിൻ്റെയും വ്യക്തിപരമായ അഭിപ്രായം. ഓക്കെ ഡോക്ടർ. അയാൾ പറയുന്നതൊക്കെ കേട്ടപ്പോൾ അലോഷിയുടെ മുഖം തെളിഞ്ഞു. ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. മാക്സിമം നേരത്തെ ആ കുട്ടിയെ കിടത്തി ഉറക്കാൻ നോക്കണം. രാവിലെ എഴുന്നേൽക്കുവാനുള്ളതല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ ഡോക്ടർ, ഞാൻ ശ്രദ്ധിച്ചോളാം. ഡോക്ടർക്ക് കൈകൊടുത്ത് ഇറങ്ങി വന്ന ശേഷം അലോഷി പൗർണമിയുടെ അരികിലേക്ക് ചെന്നു. വന്ദന സിസ്റ്ററുമായി അവൾ നല്ല കമ്പനിയിലാണ്. അവരോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നീളം വരാന്തയിലൂടെ പൗർണമി നടക്കുന്നത് അലോഷി കണ്ടു. പൗമി, അവൻ വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി. നമുക്ക് ഡിന്നർ കഴിക്കണ്ടേ? പൗമി വരൂ. അവൻ പറഞ്ഞതും പൗർണമി അനുസരണയോട് കൂടി അലോഷിയോടൊപ്പം പോയി. അവർക്ക് രണ്ടാൾക്കുമുള്ള ഭക്ഷണം റൂമിലെത്തിയിട്ടുണ്ട്. അതൊക്കെ കഴിച്ച ശേഷം അലോഷി പൗർണമിയെ നേരത്തെ കിടത്തി. ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു മറിഞ്ഞ് കിടന്നപ്പോൾ അവൻ മെല്ലെ ആ മുടിയിഴകളിൽ കൂടി വിരൽ കോർത്ത് മസാജ് ചെയ്തു. അങ്ങനെ കുറച്ചു നേരം കിടന്നപ്പോഴേക്കും പൗമി ഉറങ്ങിപ്പോയിരുന്നു. എൻ്റെ കർത്താവേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ടാണ് ഇവിടെ വരാൻ സാധിച്ചത്. എൻ്റെ പൗർണമിയെ എത്രയും പെട്ടെന്ന് നീ എനിക്ക് മടക്കി തരണം.
അത് മാത്രമേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന. അവൻ ഫോൺ കയ്യിലെടുത്തു. എന്നിട്ട് മമ്മിയെ വിളിച്ച് സംസാരിച്ചു. കാര്യങ്ങളൊക്കെ അവരെയും ധരിപ്പിച്ചു. എല്ലാം ശരിയാകുമെന്നും നീ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്നും ആൻസി പറഞ്ഞപ്പോൾ അവന് സമാധാനമായി. 2-3 ദിവസം കൊണ്ടുള്ള മമ്മിയുടെ പെരുമാറ്റം പോലും അവനെ ഒരുപാട് സങ്കടപ്പെടുത്തിയിരുന്നു. എന്നാലും ഇപ്പോൾ മമ്മിക്ക് മാറ്റമുണ്ടല്ലോ എന്നോർത്ത് അവൻ ആശ്വാസമായി. ഫോൺ ഗാലറിയിൽ നിന്ന് പപ്പയുടെ ഫോട്ടോ എടുത്തു. പപ്പ. അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി കുറച്ചു നേരം ഇരുന്നു. എല്ലാ ദിവസവും അത് പതിവുള്ളതാണ്. ഫോണിലേക്ക് നോക്കി അവൻ പപ്പയോട് കുറേ സമയം സംസാരിക്കാറുണ്ട്. തൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ പപ്പയോട് പങ്കുവയ്ക്കും. അപ്പോഴൊക്കെ പപ്പ അവനോട് മറുപടി പറയുന്നതായി അലോഷിക്ക് തോന്നും. റീനി ആൻറ്റി വന്ന ശേഷം മമ്മിയിലുണ്ടായ മാറ്റങ്ങളൊക്കെ അലോഷി നിറ കണ്ണുകളോടെയാണ് പപ്പയോട് പറഞ്ഞത്. സാരമില്ലടാ, എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും നീ പൗർണമിയെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയാൽ മതി. എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാൻ നിനക്ക് സാധിക്കും മോനെ. പപ്പയുടെ ആത്മാവ് അവനോട് മന്ത്രിക്കുകയായിരുന്നു. പൗർണമി ഉറക്കത്തിൽ എന്തോ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു. പെട്ടെന്ന് അലോഷി അവളുടെ അടുത്തേക്ക് വന്നു. പൗമി. അവൻ വന്ന് കിടക്കയിലിരുന്നതും പൗർണമി അലോഷിയെ കെട്ടിപ്പിടിച്ചു. ഇച്ചായ. എന്താടാ, എന്തു പറ്റി? സ്വപ്നം കണ്ടോ? കണ്ടു. എന്ത് സ്വപ്നമാണ് കണ്ടത്? സുന്ദരിയായ ഒരു മാലാക വന്നിട്ട് എൻ്റെ നെറ്റിയിൽ ഇങ്ങനെ കൈവച്ച് നോക്കി ഒരു ഉമ്മ തന്നിട്ട് ഓടിപ്പോയി. അതെയോ? പൗമി നല്ല കുട്ടിയായതുകൊണ്ടാ ഉമ്മ തന്നത്. കിടന്നുറങ്ങിക്കോ, നമുക്ക് കാലത്തെ എഴുന്നേൽക്കാനുള്ളതാ. ഇച്ചായനും കിടക്കാമോ? കിടക്കാലോ. അവനും അവളുടെ കൂടെ കിടന്നുകൊണ്ട് പൗർണമിയെ കെട്ടിപ്പിടിച്ചു. ഇച്ചായ. എന്നാടാ, വന്ദന സിസ്റ്റർ ഉറങ്ങിയോ? പിന്നെ അവരെല്ലാവരും ഉറങ്ങി. ഇനി പൗമിക്കൊച്ച് മാത്രം ഉറങ്ങിയാൽ മതി കേട്ടോ. അവളൊന്ന് മൂളി. കുറച്ച് മുന്നേ ചെയ്തതുപോലെ അലോഷി പിന്നെയും അവളുടെ മുടിയിഴകളിൽ കൂടി അവൻ്റെ വിരലുകൾ കൊണ്ട് മസാജ് ചെയ്തു കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾ സാവധാനം ഉറങ്ങിപ്പോയി. ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവനും കിടന്നു. അടുത്ത ദിവസം കാലത്തെ അലോഷിയാണ് ആദ്യം ഉണർന്നത്. അവൻ അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അലോഷി എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ഫ്രഷായി വന്നിട്ട് പൗർണമിയെ വിളിച്ചുണർത്തി. ശരിക്കും ഉറക്കം പോകാഞ്ഞത് കാരണം അവൾക്ക് ഭയങ്കര മടിയായിരുന്നു. ഡോറിൽ ആരോ തട്ടുന്നത് കേട്ട് അലോഷി ചെന്ന് വാതി തുറന്നു. വന്ദന സിസ്റ്റർ. ആഹാ, ഇതെന്താ പൗർണമി എഴുന്നേൽക്കാത്തത്? ദേ, നമുക്കിന്ന് കുറച്ച് പരിപാടികളുള്ളതല്ലേ. വന്ദന വന്ന് കൊട്ടി വിളിച്ചപ്പോൾ പൗമി എഴുന്നേറ്റു. വന്ദന സിസ്റ്റർ വന്നിട്ട് പൗർണമിയോട് കുറച്ച് സമയം സംസാരിച്ച് നിന്നു. ശേഷം അവളെ ചികിത്സയ്ക്കായി പുറത്തേക്ക് കൊണ്ടുപോയി. അലോഷിയോടൊപ്പം വരേണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവനും അവരോടൊപ്പം മെഡിറ്റേഷൻ ചെയ്യുന്ന സെൻറ്ററിലേക്ക് പോയി. ഡോക്ടർ കിരണും റോസും ഉണ്ടായിരുന്നു. അലോഷിയോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ അവർ പറഞ്ഞു. കാരണം അവൻ്റെ സാമീപ്യമുണ്ടെങ്കിൽ പൗർണമിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഡോക്ടർ കിരൺ പറഞ്ഞപ്പോൾ അലോഷി ഒഴിഞ്ഞു മാറുകയായിരുന്നു. എന്നാൽ പൗർണമിയിൽ നിന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടായിട്ടില്ല എന്നതാണ് സത്യം. വളരെ നല്ല രീതിയിലായിരുന്നു അവൾ ബിഹേവ് ചെയ്തത്. പ്രകടമായ മാറ്റങ്ങൾ അന്ന് തന്നെ പൗർണമിയിൽ കാണുവാൻ അലോഷിക്കും കഴിഞ്ഞിരുന്നു. അതവനെ ഒരുപാട് സന്തോഷത്തിലാക്കി. മമ്മിയെയും കാത്തുവിനെയും ഒക്കെ വിളിച്ച് അവൻ വിവരങ്ങൾ പറഞ്ഞപ്പോൾ അവരും ഹാപ്പിയായി. ഓരോ ദിവസവും ഓരോ തരത്തിലായിരുന്നു ഡോക്ടർ കിരണിൻ്റെ ചികിത്സ. 3-ാമത്തെ ദിവസം മുതൽ പൗർണമിക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുവാനായി ഒരു സൂചന കിട്ടി. എങ്കിലും ഡോക്ടർ ചോദിക്കുന്നതിനുള്ള ഉത്തരമെല്ലാം അവൾക്ക് കൊടുക്കുവാൻ സാധിച്ചില്ല. ചിലതൊക്കെ ഒരു പുകമറ പോലെ നിൽക്കുകയാണെന്ന് പൗർണമി പറഞ്ഞു. സാരമില്ലെന്നും ആ പുകമറയൊക്കെ മാറി പൗർണമി വെളിച്ചത്തിലേക്ക് വരുമെന്നുമൊക്കെ ഡോക്ടർ കിരൺ അവൾക്ക് പറഞ്ഞു കൊടുത്തു. ആ ദിവസങ്ങളിലൊക്കെ റൂമിൽ തിരിച്ചെത്തിയാൽ പൗർണമി ഏറെ നേരവും മൗനമായിരുന്നു. അലോഷി ചോദിക്കുന്നതിനുള്ള ഉത്തരം മാത്രമേ അവൾ കൊടുക്കൂ. ഇക്കാര്യത്തെപ്പറ്റി അലോഷി ഡോക്ടറോട് പറഞ്ഞപ്പോൾ അവൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണെന്നും ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ലെന്നും ഡോക്ടർ അവനോട് പറഞ്ഞു. എന്നാലും ഇത്രയും ദിവസം കലിപിലാന്ന് അവനോട് സംസാരിച്ച് നടന്ന പൗമി പെട്ടെന്ന് നിശബ്ദയായപ്പോൾ അലോഷിക്ക് വല്ലാത്ത നൊമ്പരം പോലെ തോന്നി. കാത്തുവിന് പൗർണമിയോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുവാനാണ് ഡോക്ടർ പറഞ്ഞത്. പൗർണമി തന്നെ നേരിട്ട് അലോഷിയോട് പറയും കാത്തുവിനെ വിളിച്ചു കൊടുക്കാൻ. ആ ഒരു നിമിഷം അധികം താമസിയാതെ സംജാതമാകുമെന്നും അയാൾ പറഞ്ഞു. ഡോക്ടർ കിരൺ പറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ പൗർണമി 100% രോഗവിമുക്തിയായി. പതിയെ പതിയെ പഴയ പൗർണമി അലോഷി കണ്ടു തുടങ്ങുകയായിരുന്നു.
9ാമത്തെ ദിവസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് മുറിയിലെത്തിയ പൗർണമി അലോഷിയെ കെട്ടിപ്പിടിച്ച് കുറേയേറെ നേരം കരഞ്ഞു. അവനോട് ഒരുപാട് തവണ അവൾ മാപ്പ് പറഞ്ഞു. പൗമിക്കൊച്ചെ, കരയാതെ. നീ ഇങ്ങനെ തുടങ്ങിയാൽ ഇച്ചായന് സങ്കടമാകും കേട്ടോ. അലോഷിയുടെ ആശ്വാസവാക്കുകൾ ഒന്നും കേൾക്കുവാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു അവൾ അപ്പോൾ. അവളുടെ സങ്കടങ്ങൾ മുഴുവൻ ഒരു മഴയായി പെയ്തിറങ്ങുകയാണ്. ഈ ഒരു നിമിഷത്തെക്കുറിച്ച് ഡോക്ടർ കിരൺ നേരത്തെ തന്നെ അലോഷിയോട് സൂചിപ്പിച്ചായിരുന്നു. ഏത് രീതിയിൽ അവളോട് പ്രതികരിക്കണമെന്ന് പോലും അയാൾ വ്യക്തമായി അലോഷിയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇച്ചായ, എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ. ഇന്നോളം ആരോടും ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല. പൗമി, ഒരു തെറ്റും ചെയ്യാത്തവരെയാണ് ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നത്. അതൊന്നും സാരമാക്കണ്ട. എല്ലാം ഒരു ദുസ്വപ്നം പോലെ താൻ മറന്നു കളയണം. നമ്മുടെ ജീവിതം മുന്നോട്ട് കിടക്കുന്നതേ ഉള്ളൂ, നീണ്ടു നിവർന്നു വിശാലമായിട്ട്. അവൻ അവളെ തന്നിലേക്ക് ചേർത്തണച്ചുകൊണ്ട് പറഞ്ഞു. പപ്പ പോയല്ലോ ഇച്ചായ. ഞാനും ഇതിനൊരു കാരണമായല്ലോ. പപ്പയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ്റെ നെഞ്ചു പൊട്ടി. നമ്മുടെ വിവാഹം കാണുവാൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ആൾ പപ്പയായിരുന്നു. ഇച്ചായനെ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത മറ്റൊരാൾ പോലും ഈ ലോകത്തിലില്ലെന്ന് എനിക്കറിയാം. വിധി അല്ലാണ്ട് എന്തു പറയാനാ പൗമി? സാരമില്ല, നീ ഇനി ഇങ്ങനെ കരയുമ്പോൾ പപ്പയുടെ ആത്മാവ് കൂടുതലും സങ്കടപ്പെടുകയുള്ളൂ. അതുകൊണ്ട് പപ്പയെ ഓർത്തെങ്കിലും പൗർണമി കരച്ചിലൊന്ന് നിർത്ത്. അവൻ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീര് തുടച്ചു മാറ്റിക്കൊണ്ട് പൗർണമിയെ സമാധാനിപ്പിച്ചു. ഇച്ചായ, കാത്തുവിനോട് എനിക്കൊന്ന് സംസാരിക്കണം. പൗർണമി പറഞ്ഞതും അലോഷി കാത്തുവിനെ കോൾ ചെയ്തു. ഹലോ ഇച്ചായ. കാത്തു, ഇത് ഞാനാ, പൗർണമി. അവളുടെ ശബ്ദം കേട്ടതും കാത്തു കരഞ്ഞു പോയിരുന്നു. പൗമി, എടാ നീ ഓക്കെ ആയോ? ആയി. നീ ഇങ്ങോട്ട് വിളിക്കുന്നതും കാത്തിരിക്കുമായിരുന്നു ഞാൻ. ഇച്ചായൻ എന്നോട് പറഞ്ഞു നീ ബെറ്ററായി വരുന്നുണ്ട്. ഒരു ദിവസം ഫോൺ കൊടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ ഡോക്ടർ കിരൺ പറഞ്ഞു നീ എന്നെ വിളിക്കുമെന്ന്. ഒടുവിലത് സംഭവിച്ചല്ലോ. എല്ലാ ദിവസവും നിനക്ക് വേണ്ടി മാത്രമായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. പഴയ പൗർണമിയെ ഞങ്ങൾക്ക് തിരിച്ചു തരണേന്ന് കർത്താവിനോട് യാചിക്കാത്ത ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിലില്ലായിരുന്നു മോളെ. കാത്തു കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ പൗർണമിയും കരഞ്ഞു. കൂട്ടുകാരികൾ രണ്ടാളും കൂടി അവരുടെ നൊമ്പരങ്ങൾ പങ്കുവച്ചപ്പോൾ അലോഷി പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു. ഡോക്ടർ കിരണിനെ കാണുവാനായി പോയതാണ്. അയാളുടെ ഇരു കൈകളിലും കൂപ്പി പിടിച്ചുകൊണ്ട് അലോഷി ഒരുപാട് നന്ദി പറഞ്ഞു. തന്നെപ്പോലൊരാൾ കൂടെയുള്ളതാണോ പൗർണമി ഇത്രയും പെട്ടെന്ന് റിക്കവറായത്? ശരിക്കും ആ കുട്ടി ഒരുപാട് ദൈവാനുഗ്രഹവും ഭാഗ്യവും ഒക്കെ ഉള്ളവളാണ്. അതിൻ്റെ കാരണക്കാരൻ ഒരേ ഒരാൾ മാത്രമാണ് അലോഷി. താൻ വലിയവനാണോ, ഒരുപാട് നന്മയുള്ളവൻ. തൻ്റെ ആത്മാർത്ഥമായ പ്രണയം അത് കാരണമാണ് പൗർണമി ഇന്ന് ഇങ്ങനെ മിടുക്കിയായിട്ട് വന്നത്. ഡോക്ടർ കിരൺ അലോഷിയെ നോക്കി പറഞ്ഞു. അങ്ങനെ അന്ന് ഉച്ചയോടുകൂടി അലോഷിയും പൗർണമിയും ഉപാസനത്തിലെ എല്ലാവരോടും, പ്രത്യേകിച്ച് വന്ദന സിസ്റ്ററോട് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് തിരികെ വീട്ടിലേക്ക് മടങ്ങി. ആൻസിയും അതുപോലെ തന്നെ പൗർണമിയുടെ അച്ഛനും അമ്മയും ഒക്കെ അവരെ രണ്ടാളെയും കാത്തിരിക്കുകയാണ്. രാത്രി 8 മണിയായി അവർ തിരികെ എത്തിച്ചേർന്നപ്പോൾ ബാബുരാജും ഉമ്മയും മകളെ കണ്ട് ഓടിയിറങ്ങി വന്നു. മൂവരും കൂടി കുറേയേറെ നേരം കരഞ്ഞു. പൗർണമിയുടെ ഹെൽത്ത് കണ്ടീഷൻ ഒക്കെ ഇപ്പോൾ ഓക്കെയാണ്. ഇനി എന്തിനാ നിങ്ങളെല്ലാവരും കരയുന്നത്? അകത്തേക്ക് വന്നേ. ആൻസി വന്നിട്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി. പോളിൻ്റെ ഫോട്ടോ കണ്ടതും പൗർണമിയുടെ ഹൃദയം വിങ്ങി. 1000 തവണ അവൾ മനസ്സുകൊണ്ട് മാപ്പ് പറഞ്ഞു. അത്താഴമൊക്കെ കഴിച്ച ശേഷം ബാബുരാജും ഉമ്മയും പൗർണമിയും കൂട്ടി മടങ്ങുവാനാണ് തീരുമാനിച്ചത്. എന്നാൽ അലോഷി അതിന് സമ്മതിച്ചില്ല. അങ്കിൾ, പൗർണമിയെ കാണണം തോന്നുമ്പോൾ അതെപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിവിടെ വരാം. അതിന് ഞാനും എൻ്റെ മമ്മിയും ഒരിക്കലും ഒരു തടസ്സമാകില്ല. പക്ഷേ ഇത്ര പെട്ടെന്ന് പൗമിയെ നിങ്ങളോടൊപ്പം പറഞ്ഞയക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇനി പൗർണമിക്കൊപ്പം പോകണമെന്നാണെങ്കിൽ ഞാൻ ഒരിക്കലും എതിര് പറയത്തുമില്ല. എൻ്റെ സ്റ്റാൻഡ് ഞാൻ വ്യക്തമാക്കിയെന്നേ ഉള്ളൂ. അവൻ നേരിട്ട് കാര്യം പറഞ്ഞു. എന്നിട്ട് പൗർണമിയെ നോക്കി. അച്ഛാ, ഇച്ചായൻ്റെ തീരുമാനമാണ് എനിക്കും. ഇച്ചായൻ്റെ അടുത്തുനിന്നും ഞാൻ എവിടേക്കും ഇനി വരില്ല. മകൾ വരില്ലെന്ന് മനസ്സിലാക്കിയതും പിന്നീട് അവളെ നിർബന്ധിക്കാതെ അവർ രണ്ടാളും തിരിച്ചു പോയിരുന്നു. മോനെ അലോഷി, ലീഗലി നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ. ഏതെങ്കിലും ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ആ ചടങ്ങ് നടത്തിയാലോ? ആൻസി മകനെ നോക്കി ചോദിച്ചു. വേണം മമ്മി. ഞാനും ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു. ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല. നാളെ പോയിന്ന് തിരക്കി നോക്കാം. ആ,
എല്ലാം നല്ലതിനാണെന്ന് കരുതാം, അല്ലേ മോനെ? എന്നാലും നമ്മുടെ പപ്പയുടെ വേർപാട്, ആ വേദന അതൊരിക്കലും നമ്മളിന്ന് അകന്നു പോകില്ല. പിന്നെ നിൻ്റെ സന്തോഷം, അതുമാത്രമാണ് പപ്പയുടെ ആത്മാവ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നിന്നെ സ്നേഹിച്ചതുപോലെ പപ്പ പൗർണമിയെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് രജിസ്റ്റർ മാരേജ് നടത്തുന്നതിന് മുമ്പ് രണ്ടാളും കൂടി പപ്പയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കണം കേട്ടോടാ. ആൻസി പറഞ്ഞതും അലോഷി തല കുലുക്കി. തുടരും. നമ്മൾ കണ്ടിട്ട് കുറേ ദിവസമായല്ലേ. മോന് വയ്യാത്തത് കൊണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഇന്നിപ്പോൾ 15 ഡേയ്സായി അഡ്മിറ്റായിട്ട്. മോന് പനി കുറഞ്ഞു വരുന്നുണ്ടേ. അടുത്ത ചൊവ്വാഴ്ചയോട് കൂടിയേ ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ ചെല്ലുള്ളൂ. അതിനുശേഷം ഞാൻ റെഗുലറായിട്ട് തരാം കേട്ടോ. ഇപ്പോൾ കുറേ ഗ്യാപ്പ് വന്നു. എനിക്ക് വേറൊരു മാർഗ്ഗവും ഇല്ലായിരുന്നു കേട്ടോ സ്റ്റോറി പോസ്റ്റ് ചെയ്യാൻ. അതുകൊണ്ടാണേ